ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ റൻഷിമോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇന്ന് പൂരി മസാല മതി എന്ന് പറഞ്ഞപ്പോൾ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ. പക്ഷെ അവൾക്ക് പൂരി മതി എന്ന് പറഞ്ഞപ്പോൾ വേഗം ഞാൻ മാവൊക്കെ പരത്തി വേഗം ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. അവൾക്ക് 8:30 ഒക്കെ റെഡി ആവണമല്ലോ. അപ്പോൾ ചോറ് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇന്ന് പൂരി മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ശരിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ നേരത്തെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ തുണി തോരട്ടിട്ടില്ല. ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ തുണിയൊക്കെ അങ്ങനെ നിർത്തിയിടാൻ വെയിലത്ത്. അപ്പം ഇനി പിന്നൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് വന്നിട്ടാണ് എനിക്ക് ഫാത്തിമാനെയും വിട്ടിട്ട് വന്നിട്ട് തുണിയൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അതുവരെ രാവിലത്തെ ഒരു തിരക്കായിരിക്കും. അപ്പോൾ ഇതാ എണ്ണയൊക്കെ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വേഗം ഇതും കൂടെ ആയി രണ്ടാൾക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ റഹീസ് കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല ചുമ കാരണം ഇന്ന് വിട്ടില്ല. അപ്പോൾ നല്ല തണുപ്പൊക്കെ അല്ലേ, അത് കാരണം. പിന്നെ ഇതാ ഞാൻ പൂരിൻ്റെ ഷേപ്പൊന്നും ശരിക്കും നോക്കിയില്ല കേട്ടോ. വേഗം ചെറുതായിട്ട് അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് മസാല കേട്ടോ. അതിലേക്ക് അത് പച്ചമുളക് നോക്കുമ്പോൾ പഴുത്ത് പോയി. അപ്പം ഞാൻ വേഗം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് 2 ഉരുളക്കിഴങ്ങും സവാളയും കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കുറച്ച് തന്നെ കേട്ടോ ഉണ്ടാക്കുള്ളൂ. ഇവിടെ അധികം ആരും കഴിക്കൂല, അത് കാരണം. അപ്പോൾ റൻഷിമോൾക്ക് കൊണ്ടുപോകാനും പിന്നെ റിയാസ്കാക്കും എനിക്ക് പിന്നെ ചായയിൽ മുക്കി കഴിക്കും കേട്ടോ ഞാൻ. പിന്നെ ഫാത്തിമാക്കും മസാല, അവൾക്ക് ചാറ് നനച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ കറിയൊക്കെ. പിന്നെ ഇതാ അങ്ങനെ വേഗം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ മീൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനി പോയി വന്നിട്ട് വേണം അതൊക്കെ ഒന്ന് നേരാക്കിയിട്ട് അപ്പോൾ മീൻ പൊരിച്ചിട്ട് രസം വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇതാ നമ്മുടെ ഓരോന്നോരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് മസാല വന്നിട്ട് നമ്മൾ ഇതൊക്കെ ഇട്ട ശേഷം ഒന്ന് വേവിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരു ഗ്ലാസ് വെച്ച് ഉടച്ചു കൊടുക്കും കേട്ടോ ഞാൻ. അപ്പോൾ വേഗം ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത ശേഷം ഗ്ലാസ് വെച്ച് ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ഉടഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സിമ്പിളായിട്ട് വേഗം അങ്ങനെ കേട്ടോ ഞാൻ ഉണ്ടാക്കുക, എളുപ്പപ്പണി. അങ്ങനെ ഇതാ ഞാൻ പൂരിയൊക്കെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഫാത്തിമക്കുട്ടി ഉണർന്നിട്ടില്ല കേട്ടോ. ഇനി അവളെ പോകാനാകുമ്പത്തിനും അവളെയും റെഡിയാക്കണം, കുളിപ്പിച്ചൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് റെഡിയാക്കണം കേട്ടോ. അവൾക്ക് പിന്നെ 10:30 ആകുമ്പത്തിനും അവിടെ എത്തിയാൽ മതി കേട്ടോ. പിന്നെ ഇതാ ചുട്ട് കഴിഞ്ഞത് ഞാൻ വേഗം അവൾക്ക് ടിഫിൻ പാത്രത്തിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഉച്ചാമ്പത്തിന് എന്ത് പരിവാകുമെന്ന് അറിയില്ല. അവൾ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾ കേട്ടില്ല കേട്ടോ. നാഷ്ടയൊക്കെ രാവിലെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾ ഒരെണ്ണം കഴിക്കുകയും ചെയ്ത് ബാക്കി കൊണ്ടുപോകാനുള്ളത് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5 ആക്കി കൊടുത്തിട്ടുണ്ട്. അവളും കൂട്ടുകാരികളും ഇവിടെ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉച്ചക്ക് ചോറ് കഴിക്കണ പോലെ ആവില്ല കേട്ടോ നമ്മൾ നാഷ്ട കൊണ്ടുപോയാലൊന്നും. അവൾക്ക് പറയുമ്പോൾ എന്താണ്, അവൾക്ക് ഇങ്ങനെ നാഷ്ട ആയാലും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. പൂരിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്നിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതാ വേഗം റിയാസ്ക വരാൻ സമയമാവാനായിട്ടുണ്ട്. അങ്ങനെ അതിനിടക്ക് ഇടയിൽ ഞാൻ പുറത്തേക്കൊന്ന് പോയി കേട്ടോ. നമ്മുടെ പുറത്ത് തൊടിഞ്ഞ റോട്ടിൽ ഒരു നായ്ക്കുട്ടി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം ഉറുമ്പൊക്കെ കടിച്ചിട്ട് നോക്കുമ്പോൾ കുറച്ച് ഉസറുള്ള പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വന്നു കേട്ടോ. അത് നായ്ക്കളൊക്കെ കടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണോ ഇനി എന്താ അറിയില്ല. അപ്പം ജീവിക്കുമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ കുറേ കഴിഞ്ഞതും അത് എന്താ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ അത്. പിന്നെ ഇതാ അങ്ങനെ ഞാൻ രാവിലത്തൊക്കെ റെഡിയാക്കി. ഇനി കറി മാത്രം വെച്ചാൽ കേട്ടോ. മീൻ പൊരിക്കണം, രസം വെക്കണം. പിന്നെ അങ്ങനെ അവളെ ഫാത്തിമാനെ കൊണ്ടുവിടാൻ പോയി. പിന്നെ അത് കഴിഞ്ഞതും റിയാസ്ക്ക് ഒരു ഓട്ടം പോയിട്ടാ. പിന്നെ ഞാൻ വന്നതും തുണിൻ്റെ ഓർമ്മ വന്നപ്പോൾ വേഗം തുണിയൊക്കെ ഒന്ന് വെയിൽ കണ്ടപ്പോൾ പുറത്തിടാമെന്ന് വിചാരിച്ചുട്ടാ. അപ്പോൾ 2 ബക്കറ്റ് തുണികളുണ്ട് കേട്ടോ. അപ്പം ഇന്നലെ തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് 2 ബക്കറ്റ് തുണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെയിൽ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വെയിലത്തിടാമെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ മുറ്റമൊക്കെ പിന്നെ നേരത്തെ അടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ അന്ന്. അപ്പോൾ സൈക്കിളിൻ്റെ മേലെ വെച്ച് ബക്കറ്റ് വെച്ചിട്ട് അവിടുന്ന് തുണികൾ ഓരോന്നും ഇങ്ങനെ എടുത്തിട്ട് കേട്ടോ. പിന്നെ വെയിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ല ആ ഭാഗത്തൊക്കെ വെയിലടിക്കും. ഇല്ല പറഞ്ഞാൽ ഞാൻ പിന്നെ ഉള്ളിൽ തന്നെ ഇടേണ്ടി വരും കേട്ടോ. പിന്നെ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തിടുന്ന തുണികൾ. ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഉമ്മാൻ്റെ ആയിരിക്കും ഇടുക പുറത്ത്. അപ്പോൾ എനിക്ക് പുറത്തിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അകത്ത് തന്നെ ഇടും കേട്ടോ. പിന്നെ ഇന്നിപ്പം ഉമ്മാൻ്റെ തുണികളൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ ഉള്ളത് വെയിലത്തിടാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇനി എന്തെങ്കിലും കഴിക്കണം. രാവിലെ ഒരു കാലിച്ചായ കുടിച്ചു കേട്ടോ, ഒരു പൂരിയും കഴിച്ചു. വന്നിട്ട് പിന്നെ
ഇപ്പോൾ എന്താണ് ഇനി പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി ചായയും പൊരിയും കഴിച്ചിട്ട് ഇനി മീനൊക്കെ നന്നാക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് നേരത്തെ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അടുപ്പിൻ്റെ അടുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ മീനൊന്ന് നന്നാക്കിയിട്ട് പൊരിച്ച രസം മാത്രം വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇനി തുണിയൊക്കെ തോരട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം. പിന്നെ റജിക്കുട്ടിനെ ഞാൻ അംഗനവാടി കൊണ്ട് വിട്ടിട്ട്, അപ്പോൾ എന്തായാലും റഹീസ്കുട്ടിയും റജിക്കുട്ടിയും ഒപ്പം നിന്നാൽ രണ്ടാളും ചേരുകയില്ല, വക്കാനായിക്കൊണ്ടേയിരിക്കും. പിന്നെ അവനിക്ക് ചുമ കാരണമാണ് അവനെ ഞാൻ വിടാണ്ടിരുന്നത്. പിന്നെ റജിക്കുട്ടി ഇങ്ങനെ കുറേ ദിവസം അംഗനവാടിയിൽ ലീവ് എടുത്തതല്ലേ, അപ്പം ഇന്ന് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ ക്രിസ്മസ് ലീവും അതിൻ്റെ ഇടയിൽ ഒരാഴ്ചത്തെ ലീവും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ റിൻഷി പോയിരിക്കുന്നത്. റിൻഷിക്കും അതിനിടയ്ക്ക് വയറുവേദനയൊക്കെ ആയിട്ട് അവൾ ഒരാഴ്ച ലീവ് എടുത്ത് പോയില്ല. പിന്നെ അതിൻ്റെ ശേഷമാണ് ഇന്ന് പോയിക്കുന്നത് കേട്ടോ. പിന്നെ അവൾക്ക് നമ്മുടെ അടുത്ത് ഹെൽത്ത് സെൻ്റർ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. മെയിനായിട്ട് ഈ കഫക്കെട്ടിൻ്റെയും തണുപ്പിൻ്റെയൊക്കെയാണ് കേട്ടോ, ഗ്യാസ് നിറഞ്ഞിട്ടും. അതുകൊണ്ടാണ് അവൾ ഒരാഴ്ച വയ്യാണ്ട് ലീവ് എടുത്തത്. പിന്നെ എക്സിബിഷൻ കാണാൻ പോയിട്ട് ഐസ്ക്രീമൊക്കെ തിന്നിട്ട് തണുപ്പ് ചേരാണ്ട്, തിന്നണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ അത് തിന്ന കാരണം വെള്ളം മാറി കുടിച്ച കാരണമൊക്കെ അവൾക്ക് തണുപ്പ് ചേരാണ്ട് അങ്ങനെ കേട്ടോ വയറുവേദനയും പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അത് ഇടയ്ക്കുണ്ടാവും ഇടയ്ക്കുണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ്. ഞാൻ അധികം ചില സമയത്ത് പോകുമ്പോഴൊന്നും കാണാൻ പറ്റൂല, ചില ഭാഗ്യം പോലെ ഇരിക്കുള്ളൂ നമുക്ക് കേട്ടോ. അടുത്തുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യം, അടുത്താണെന്നല്ല എന്നാലും കുറച്ച് ദൂരം പോകണം, നടക്കാനുള്ള ദൂരമുണ്ട്, ഒരു 3-4 വഴി ചുറ്റാനുണ്ട്. എന്നാലും നമ്മുടെ കുറച്ചടുത്ത് ഉണ്ട് പറയുമ്പോൾ ഒരു ഇതല്ലേ. പക്ഷെ എപ്പോഴും നമ്മൾ പോകുമ്പോഴൊന്നും പെട്ടെന്ന് കിട്ടൂല, നോക്കാൻ പറ്റൂല. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഇങ്ങനെ തുണിയൊക്കെ 2 ബക്കറ്റ് കുറച്ച് ഉള്ളിലും കുറച്ച് പുറത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് മെയിനായിട്ട് ചായ കേട്ടോ വേണ്ട. ചായ പൂരി മസാല വേണമെന്നൊന്നുമില്ല, ചായ കിട്ടിയാൽ മതി, ചായയിൽ മുക്കിയിട്ടേ കഴിക്കും. അപ്പോൾ ടി വിയും കണ്ടിട്ട് കുറച്ച് നേരം ടി വിയും കണ്ട് അങ്ങനെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ റഹീസും ഉണ്ട് എൻ്റെ കൂടെ, അപ്പോൾ അവനും ബൊമ്മട്ട് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇനി ബാക്കി പണി ചെയ്യുള്ളൂ. കുറച്ച് റെസ്റ്റായിട്ട് അങ്ങനെ. ചില സമയത്ത് നല്ല ഉഷാറുണ്ടാവും പണിയെടുക്കാനൊക്കെ, ചില സമയത്ത് ഉഷാറുണ്ടാവില്ല കേട്ടോ, ഒരു മൂടാപ്പ് പോലെ തോന്നും. പിന്നെ എനിക്ക് ആ നായ്ക്കുട്ടിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് നേരം അതങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. പാവം തോന്നി, രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ഞാൻ കുറേ ശ്രമിച്ചു കേട്ടോ, കുറച്ച് പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ഒറ്റിച്ചൊക്കെ കൊടുത്തു, പക്ഷെ അത് രക്ഷപ്പെട്ടില്ല. പിന്നെ നമ്മുടെ കനാലിൽ വെള്ളമൊക്കെ നിറഞ്ഞിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഓരത്ത് അവിടെ കൊണ്ട് വെച്ചു, അതിനെ ഇവിടെ വെച്ച് ഇനി ഇതുണ്ടാവും, അതിൻ്റെ തള്ള എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് എവിടുന്നോ വന്നതാണ് കേട്ടോ, എന്തോ കടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഇട്ടതാന്ന് തോന്നുന്നു. പിന്നെ മീൻ ഇനി ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പം ഞാൻ പൈപ്പിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ വേഗം ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം എനിക്ക് മെയിൻ മെല്ലെ കേട്ടോ ഞാൻ നേരാക്കുള്ളൂ, നല്ല പതുക്കെ ഇരുന്നിട്ട് വൃത്തിയാക്കി എടുക്കും, മെല്ലെ ചെയ്യുള്ളൂ കേട്ടോ, സ്പീഡിലൊന്നും ചെയ്യില്ല. ചെയ്യണത് നല്ല ഇതിൽ വൃത്തിയിൽ ഇങ്ങനെ ഇരുന്ന് മെല്ലെ. അപ്പോൾ നമ്മുടെ റഹീസ് കുട്ടിയാട്ടോ വീഡിയോ എടുക്കണത്. അപ്പോൾ അവനാണ് വീഡിയോ എടുത്തരമ്മ എന്ന് പറഞ്ഞിട്ട് അവനാണ് വീഡിയോ എടുത്തിട്ടാ. പിന്നെ മീൻ കയ്യിലുള്ള കാരണം എനിക്ക് എടുക്കാൻ പറ്റില്ല, അപ്പോൾ അവൻ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മീൻ കുറച്ച് നേരം അവൻ അങ്ങനെ എടുത്തു തന്നു ഫോണിൽ. പിന്നെ അത് മീൻ നന്നാക്കിയ ശേഷം ഞാൻ കായം പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കിലോ തന്നെ മേടിച്ചുള്ളൂ കേട്ടോ, പൊരിക്കാൻ മാത്രം. പിന്നെ രസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെപ്പോഴും പതിവ് പോലെ നമ്മുടെ ഒരു ഉലുവയും ജീരകവും കടുക് തക്കാളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് രസം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, ടേസ്റ്റും ഉണ്ടാവും. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടാൽ നല്ലൊരു മണം ഇതൊക്കെ വരും. അപ്പോൾ അങ്ങനെ അതും രസം മീൻ പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ റിയാസ്ക വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. റിയാസ്ക കഴിക്കാണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു വാടക കിട്ടിയപ്പോൾ. പിന്നെ റിയാസ്ക വന്ന് റിയാസ്കാക്കും കൊടുത്ത്. പിന്നെ ഞാനിതാ കുറച്ച് ആ മീനൊക്കെ മൊത്തം വറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രസവും മീനും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഉച്ചയായ മീനൊക്കെ കൂട്ടി രസമൊക്കെ കൂട്ടി ചോറ് കൊടുക്കണം. റിയാസ്ക വന്നാൽ ചോറ് കഴിച്ച് പിന്നെ 2 മണിക്ക് 2:30 ആകുമ്പത്തേനും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫാത്തിമാനെ വിളിക്കാൻ പോകും കേട്ടോ.
പിന്നെ അങ്ങനെ റിയാസ്ക്ക് ഫാത്തിമാനെ ഇവിടെ ആക്കിയ ശേഷം സ്കൂൾ ട്രിപ്പ് എടുക്കാനും പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക.